എക്സിറ്റ് പോളുകൾ ബി.ജെ.പിയുടെ ആത്മവിശ്വാസം കുറെ കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബി.ജെ.പിയുടെ ദേശീയ ആസ്ഥാനത്ത് ഇതാ പന്തലുകൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്ത് വലിയ വീഡിയോ വാള് തയ്യാറായി നിൽക്കുന്നുണ്ട്. യോഗി ഇപ്പൊ തന്നെ പ്രസംഗിച്ച് തുടങ്ങിയിട്ടുണ്ട് വീഡിയോ വാളിൽ. അതിനപ്പുറത്തേക്ക് ഇതാ പന്തല് അവിടെ തീരുന്നില്ല, ഇങ്ങോട്ടേക്കൊക്കെ പന്തല് ഇടാനുള്ള പണി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതാ ഒരുപാട് പാക്കറ്റ് വെള്ളം ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഭക്ഷണം തയ്യാറാക്കാനുള്ള സംവിധാനമുണ്ട്. ബി.ജെ.പിയുടെ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് നാളെ വിജയിക്കുകയാണെങ്കിൽ വലിയൊരു റോഡ് ഷോ ഡൽഹിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് ബി.ജെ.പി. സത്യപ്രതിജ്ഞ നടക്കുന്ന ദിവസം 10,000 ആളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പരിപാടി ഭാരത് മണ്ഡപത്തിലോ അല്ലെങ്കിൽ കർത്തവ്യപഥത്തിലോ നടത്താനാണ് ആലോചന. മാത്രമല്ല നാളെ ഇവിടെ വിജയം ആഘോഷിക്കാൻ എത്തുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഇവിടെ ഉണ്ട്. വില കൂടുതലാണെങ്കിലും ഗ്യാസ് ഇവിടെ നിരനിരയായി എത്തിയിട്ടുണ്ട്. ഇതാ ഉരുളക്കിഴങ്ങ്, ഭക്ഷണം വെക്കാനുള്ള ഒരുപാട് പാത്രങ്ങളെല്ലാം ഇറക്കി വെച്ച് സർവ്വസജ്ജരാണ് ബി.ജെ.പി. വിജയം ആഘോഷിക്കാൻ വേണ്ടി. നമുക്കിനി ഇതുവഴി ഇറങ്ങി കോൺഗ്രസിൻ്റെ ഓഫീസിൽ പോകാം, അവിടെ എന്താണ് സ്ഥിതി എന്ന് നോക്കാം. AICC ആസ്ഥാനത്ത് വലിയ ഒരുക്കങ്ങളുണ്ട്. ഇതാ ഒരു ലോറിയിൽ പന്തൽ കെട്ടാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ തന്നെ ഇവിടത്തേക്ക് നേതാക്കൾ എത്തൂല. സോണിയാഗാന്ധി തൊട്ടടുത്ത് വീട്ടിലാണ് താമസം. ഒരു വിജയമൊക്കെ ഉണ്ടായാലേ പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടത്തേക്ക് വരുള്ളൂ. പക്ഷേ ഒരുക്കം സജീവമാണ്. ബി.ജെ.പി. ആസ്ഥാനത്ത് കണ്ടതുപോലെ തന്നെ വലിയ ഒരു പന്തലാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾക്കൊക്കെയുള്ള സൗകര്യമൊരുക്കാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും എക്സിറ്റ് പോളുകൾ പറഞ്ഞ പോലെയല്ല കാര്യങ്ങൾ എന്ന് കോൺഗ്രസ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 295 സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് കിട്ടുമെന്ന്. ആ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു വലിയ പന്തൽ AICC ആസ്ഥാനത്ത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വിജയിക്കുകയാണെങ്കിൽ ആഘോഷിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ പരിപാടികളൊക്കെ തയ്യാറായിരിക്കുകയും ചെയ്യും. എന്തായാലും AICC ആസ്ഥാനവും ഒരുക്കത്തിലാണ്. 295 എന്ന സംഖ്യയാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മറ്റ് ഇന്ത്യ സഖ്യ നേതാക്കളും എല്ലാം പറയുന്നത്. 350-ന് മുകളിൽ ബി.ജെ.പിയും പ്രതീക്ഷിക്കുന്നു. ഈ വിധിദിനത്തിന് മുൻപുള്ള അവസാനത്തെ വൈകുന്നേരം പ്രതീക്ഷയോടെ തന്നെ രണ്ട് മുന്നണികൾ നിൽക്കുന്നു എന്ന് ഇരു പ്രധാന പാർട്ടികളുടെയും ആസ്ഥാനങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.